ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കഴിക്കുന്ന ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഹോം മെയ്ഡ് ന്യൂട്രല സ്പ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ശരിക്കും 100% നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ന്യൂട്രലയുടെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. കാരണം അതിൻ്റെതായ ട്രേഡ് സീക്രട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് സ്പ്രെഡാണ്. ഒരു 95-98% അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ സാധാരണ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് ഹേസൽ നട്ട്സ് വെച്ചിട്ടാണ്. ന്യൂട്രലയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഹേസൽ നട്ട്സാണ്. അത് വളരെ കോസ്റ്റ്ലിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളതുമല്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ബദാം പരിപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒരിക്കലും നിലക്കടല വെച്ചിട്ട് ചെയ്തെടുക്കരുത്. കാരണം അത് വെച്ച് ചെയ്താൽ നമുക്ക് പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ മാക്സിമം നമുക്ക് ആ ഒരു നല്ല ഫ്ലേവർ കിട്ടണമെന്നാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് നിങ്ങൾക്ക് കേക്ക്സ്, അതുപോലെ ഹോട്ട് ചോക്ലേറ്റ്, സ്വിസ് റോൾ, അതുപോലെ കപ്പ് കേക്ക്സ്, പാൻ കേക്ക്സിന് എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാൾ സൂക്ഷിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന രീതിയിലാണ് ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിനകത്തിട്ടിട്ട് ഇതിനകത്തോട്ടേക്ക് 1 കപ്പ് ബദാം പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിൻ്റെ ഒന്നും തന്നെ ആവശ്യം നമുക്കില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബൗൾ എടുക്കുക. ആ ബൗളിനകത്ത് തന്നെ എല്ലാ മെഷർമെൻറ്റും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചെയ്തെടുക്കരുത്. കാരണം ഇത് പെട്ടെന്നൊരു ബ്രൗൺ കളർ അടിക്കും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു കയ്പ്പ് രസമൊക്കെ വരാൻ ചാൻസ് ഉണ്ടാകും. അതിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇത് നമുക്ക് റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഹേസൽ നട്ട്സ് ആണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ അതാണ് ഉള്ളതെങ്കിൽ മാക്സിമം അത് തന്നെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ന്യൂട്രലയുടെ ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇത് നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിനകത്തോട്ടേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ശരിക്കും ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലിയ ജാറിനകത്തിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പോസ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ആദ്യം നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈൻ പൗഡറായിട്ടാണ് നമുക്ക് കിട്ടുക. ഈ ഒരു രീതിയിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് മിക്സി പെട്ടെന്ന് ചൂടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് ഒന്ന് നിർത്തിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ കഴിയും. ഇതിപ്പോൾ ഒന്ന് കുഴഞ്ഞ് വരുന്ന ഒരു പാകത്തിൽ 2-3 മിനിറ്റ് നമ്മളൊന്ന് പോസ് ചെയ്ത് അടിക്കുമ്പോഴത്തേക്കും ഒന്നങ്ങ് കുഴഞ്ഞ് വരുന്ന ആ ഒരു പാകത്തിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിലോട്ടേക്ക് വീണ്ടും നമുക്കതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നിർത്തി അടിച്ചെടുക്കാൻ വേണ്ടി നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പാകമായിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ലൊരു പേസ്റ്റ് പോലെ ആ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ്. ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡിന്. ഇനി ബട്ടർ കയ്യിലില്ലാത്തവർക്ക് ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ പാം ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത്. വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. പാം ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലത് 1 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് കുഴഞ്ഞ് വരുന്ന ഒരു പാകത്തിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വാനില പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാര 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക, ഒരിക്കലും അല്ലാതെ ചേർക്കരുത്. ഇനി ഞാൻ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 3 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. അതിനുശേഷം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ, യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസ് ആകുമ്പോഴാണ് ശരിക്കും ആ ന്യൂട്രലയുടെ ഒരു ഇതിൽ കിട്ടുക. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി അൺസാൾട്ടഡ് ബട്ടർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ബട്ടർ കയ്യിലില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ, പാം ഓയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബട്ടർ ഇതിനൊന്നുകൂടി നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ബട്ടർ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ടെയ്നറിനകത്തോട്ടേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങൾ കണ്ടെയ്നർ എടുക്കുന്ന സമയത്ത് മാക്സിമം ഗ്ലാസിൻ്റെ ബൗള് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാം. ഒത്തിരി നാൾ നമുക്ക് ഇതുപോലെ സാധാരണ നമ്മൾ ന്യൂട്രല വാങ്ങിച്ചിട്ട് സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഇതും നമുക്ക് അതുപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് എല്ലാത്തിനും ഇതിന് വേണ്ടിയിട്ട് ഇത് ശരിക്കും നമ്മുടെ ബ്രെഡ്, ചപ്പാത്തി
വരുന്നവർക്കൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യാറുണ്ട്. അതുപോലെ ചെറിയ കുക്കീസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പാൻ കേക്ക്സിനകത്ത് സ്വിസ് റോളിനൊക്കെ ഒരു ഓവറോൾ ടോപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടും ചെറിയ ചെറിയ കേക്ക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിൻ്റെയും ഓയിലിൻ്റെ ഒക്കെ അളവ് കൂട്ടാം. പക്ഷേ മാക്സിമം അതൊക്കെ അളവ് കുറച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൊക്കോ പൗഡറൊക്കെ കൂടുതൽ യൂസ് ചെയ്ത് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും ഒത്തിരി നല്ല കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ അളവ് കുറക്കുക. അതുപോലെ മാക്സിമം ഓയിൽ യൂസ് ചെയ്യാതെ വെജിറ്റബിൾ ഓയിൽസൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്തെടുക്കുമ്പോൾ ബട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.